السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وآل كل وصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തായ യാസീൻ സൂറത്തിലെ ആശയങ്ങൾ മട്ടം പോലെ നമുക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. യാസീൻ ഓതുമ്പോൾ ഓത്ര വിഷയം നല്ലതുപോലെ ശ്രദ്ധിക്കരുത്, നല്ലതായിരിക്കും. തപ്പില്ലാതെ ഖുർആൻ ഓതണം, തജീദ് പ്രകാരം ഖുർആൻ ഓതണം. അങ്ങനെ പിന്നെ ആദത്താക്കിക്കൊണ്ട് പറഞ്ഞു യാസീൻ. അങ്ങനല്ല പറയാനാണ് ഓതണം. കിട്ടിയതെല്ലാം മധ്യ നീട്ടിലവിടെ ഫുള്ള് നീട്ടിയോണ്ടേ പോണ്ടേ, അങ്ങനല്ല. ഓരോന്നും നീട്ടിലേക്ക് ഒരു പരിധിക്ക് ഇടും. ഒരാൾ അവിടെ ഓരോന്നും നീട്ടോ കുറെ കണക്കുണ്ട്. കാഫ് യാറെ നീട്ടണം, ഹായാകെ അത്ര നീട്ടമില്ല. ആരും സാധാരണ മദ്ദായിരിക്കും, അസ്ലിയായ മദ്. അതിൽ ചമ്മൻ നീട്ടണം, ലാസിമായ മദ്. അതുപോലെ യാസീൻ അങ്ങനെയാണ് ഓതാനായത്. അവിടെ യാസീൻ ആണ് ഓതിണ്ടാവില്ല. യാടെ മദ് അസ്ലിയായ മദ്ദായിരിക്കും. സാധാരണ നീട്ടത്ര നീട്ടിയ മയ്യാവും, യാറെ നീട്ടണ്ട. സീൻ്റെ യാറെ നീട്ടണം. യാസീൻ യാസീൻ ചൊല്ലുടെ ഈ പദ പണ്ടിൽ പിന്നവേ നിങ്ങൾ കേട്ടോണ്ടുള്ള യാസീൻ ചൊന്നിട്ട് പണ്ടിൽ പിന്നവേ യാസീൻ യാസീൻ ചൊന്ന് കേട്ടോണ്ടുള്ള യാസീനോദനുണ്ട്. എന്തിന് യാസീൻ ചെന്നതിൻ്റെ അർത്ഥം? യാസീൻ ഖുർആന്റെ തുടക്കത്തിൽ ഇതുപോലത്തെ ചില അക്ഷരങ്ങളുണ്ട്. ഹമീം, നൂൻ, ത്വാഹ, ഇതുപോലത്തെ അലിഫ് ലാം മീം, ഇതുപോലത്തെ ഖുർആന്റെ തുടക്കത്തിലുള്ള അക്ഷരങ്ങളുണ്ട്. മുഖത്വമായ അക്ഷരമാണ് ഈ ചൊല്ലിങ്. എന്തേക്ക് ഖുർആന്റെ ഏജാസ്, അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങൾ കൂടത്തിൽപ്പെട്ട ഒരു അത്ഭുതമാണ് ഇതുപോലത്തെ അക്ഷരങ്ങൾ. ഇതിൻ്റെ വിഷയം മാത്രം പഠിക്കണമെങ്കിൽ സ്വന്തം വിഷയമുണ്ട്. കാലി വിഷയത്തിൽ ഇപ്പോൾ അങ്ങനെ പഠിക്കുക പോയിട്ടുണ്ടെങ്കിൽ യാസീനോട് കത്തല. എന്നാലും ഇങ്ങനത്തെ അക്ഷരങ്ങളെ സംബന്ധിച്ചിട്ട് ഇമാമിങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. യാസീൻ പോലത്തെ ഇപ്പണാചന്ദ് പോലത്തെ അക്ഷരങ്ങൾ, ആ വിഷയത്തിൽ ചില ഇമാമികളുടെ അഭിപ്രായം മിമ്മസ്തഅല്ലാഹു ബിഇൽമിഹി, ಇದರ ಆಶಯ ಎಂದರೆ ಸುನ್ನತ್ತು, ಇದರ ಉದ್ದೇಶ ಎಂದರೆ ಸುನ್ನತ್ತು ಅಲ್ಲಾಹುಗೆ ಮಾತ್ರ ಗೊತ್ತಿಲ್ಲ ಅಂತ. ಬೇರಾರಿಗೂ ಇದರ ಉದ್ದೇಶ ಗೊತ್ತಿಲ್ಲ. ಫರದ್ದು ಇಲ್ಮಹ ಇಲಲ್ಲಾಹ್, ಇದರ ಉದ್ದೇಶ, ಇದರ ಇಲ್ಮು ಇದು ಅಲ್ಲಾಹುಗೆ ಮಾತ್ರ ಗೊತ್ತಿಲ್ಲ. ನಂಗೆ ಇದರ ತಫ್ಸೀರ್ ಹಾಕಿಲ್ಲ ಸುನ್ನತ್ತು ಚಿಲ ಇಮಾಮಿಗ. ಅಲ್ಲಾಹು ಆಲಮು ബിമുറാദിഹി ബിദാലിക, ಇದರ ಉದ್ದೇಶ ಎಂದರೆ അള്ളാഹു ಗೊತ್ತಿಲ್ಲ എന്താണ് അങ്ങനെ വാദ. ചില മുഫസ്സിരീങ്ങ തഫ്സീർ പണ്ഡിതന്മാർ ചൊല്ലത് ഈക്ക് ചില ആശയങ്ങൾ ചൊല്ലാറ്. ഒന്നാമത്തത് ഇത് സൂറത്തിലെ പേര് ചെന്നിട്ടു, സൂറത്തിലെ പേര് ചെന്നിട്ടു. ഇന്നൊരു അഭിപ്രായം അള്ളാഹുടെ പേരായിട്ട് ഇവിടെ ചെന്നിട്ടു. ഇന്നൊരു അഭിപ്രായം ഖുർആന്റെ പേരായിട്ട് ഇവിടെ ചെന്നിട്ടു. ശിലാമാലിക്ക് അർത്ഥവെച്ചും കൊള്ളാറ് യാസീൻ അങ്ങനെയല്ലേ. അപ്പോൾ യാ ചൊല്ലുമ്പോൾ ഓ ചൊല്ലുടെ അർത്ഥം സീൻ സീനല്ല. അപ്പോൾ ഇൻസാൻ ಅದರ ಸೀನ್ ಏ ಮನುಷ್ಯ ಚೊಲ್ಲೆ ಅರ್ಥ ಯಾ ಇನ್ಸಾನ್ ಓ ಮನುಷ್ಯ.
ഇനി ചില ഇമാമിങ്ങ യാ സയ്യിദൽ ബഷർ യാ സീനലുല്ലെ, ഓ മനുഷ്യന്മാരെ നേതാവായ നബിയെ, ആ അർത്ഥം. ഇനൊരു ചില ഇമാമിങ്ങ യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ, ഓ മുൻകാല വന്ന ആൾമാറും അതുപോലെ പിന്നെ വന്ന ആൾമാറും രണ്ട് ആൾമാരെയും നേതാവായ നബിയെ ചെന്നിട്ടുള്ള അർത്ഥം. ഇങ്ങനെ പല അർത്ഥങ്ങളും ഈ വെച്ച ഇമാമിങ് ഉള്ളതാണ്. വൽ ഖുർആനിൽ ഹക്കീം, അതിൽ പിന്നത്തെ ആയത്തായിട്ടിക്കട് വൽ ഖുർആനിൽ ഹക്കീം. വൽ ഖുർആൻ, ഖുർആന്റെ തന്നെയാണ് സത്യം. ഖുർആന്റെ സത്യമായിട്ടിക്കട്, ഖുർആൻ പിടിച്ച് സത്യം ചെന്നുകൊണ്ടുള്ള. അൽ ഹക്കീം, ശക്തിപ്പെടുത്തപ്പെട്ട് യുക്തിഭദ്രമായ, ബുദ്ധിയുടെ വിരുദ്ധമായിട്ട് ഒന്നുമില്ലാത്ത ഭദ്രമായ ഖുർആന്റെ തന്നെയാണ് സത്യം. നല്ല ശക്തിയുള്ള ഭദ്രമായ, ബുദ്ധി ഒന്നും വിരോധമായിട്ട് വരാത്ത ശക്തിയുള്ള ഖുർആന്റെ തന്നെയാണ് സത്യം. ഹക്കീം, ഹക്കീം ചൊല്ലുമ്പോൾ പല ഹിക്മത്തുകളും അടങ്ങിയ ഖുർആൻ ഒരർത്ഥ. ഇനൊരർത്ഥ വൈരുദ്ധ്യങ്ങളില്ലാത്ത, ന്യൂനതകൾ കൊറത്തകളില്ലാത്ത, ഇനൊരർത്ഥ ഒരു ചേഞ്ചസും വരാത്ത, ഒരു യാതൊരുടെയും വരാത്ത പരിശുദ്ധമായ ഖുർആൻ. ഖുർആന്റെ ചരിത്രാവട്ടെ, പദങ്ങളാവട്ടെ, സാഹിത്യങ്ങളാവട്ടെ, അതിലുള്ള ഓരോരോ വൈജ്ഞാനികതാവട്ടെ, എല്ലാ വിഷയവും വളരെ ശക്തിയുള്ളതാണ്, ഭദ്രമാണ്, അത് ഗട്ടിയാണ്, അത് കൊറത്തയുമില്ല, അത് വൈരുദ്ധ്യമില്ല, അതിനെ എതിർക്കുകാരെ കൊണ്ട് സാധ്യമില്ല. അത്രയും വളരെ സ്ട്രോങ് ആശയമുള്ള, വളരെ ശക്തി ആശയമുള്ള, പല നിലക്കുള്ള ഹിക്മത്തുകൾ അടങ്ങിയ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആന്റെ സത്യയിട്ടിട്ട് അല്ലാഹു തആല ചെന്നുകൊണ്ടുണ്ട്. ഖുർആൻ അങ്ങനെ ഒരു ശൈലിയുണ്ട്, സത്യങ്ങൾ ഖുർആനിൽ ചുമ്മുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവനായി തരട്ടെ. അങ്ങനെ ഉട്രാസി സത്യയിടുക തീരാം. ഞങ്ങൾ സത്യയിടുമ്പോൾ വളരെ ജാഗ്രത ആക്കണം. അള്ളാഹു ഗൗരവമുള്ള വിഷയത്തിൽ മാത്രം സത്യയിട്ടേ, അല്ലാതെ അള്ളാഹു സത്യമായിട്ടില്ല. പക്ഷെ ഇനി ഖുർആനിൽ നോക്കിയിട്ട് ഖുർആനിൽ പല സത്യങ്ങൾ, ജാവയുടെ പിടിച്ച് സത്യമുണ്ടോ, സൂര്യത്തെ സത്യമുണ്ടോ, പക്ഷെ അതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ സത്യയിടുക പാടില്ലാണ്ടാണ്. അത് ഖുർആൻ അള്ളാഹുടെ ഖാസമാണ്, ഞങ്ങൾ സത്യയിടുകയില്ല. അപ്പോൾ ഏതാവട്ടെ, ഖുർആനിൽ ചൊമ്മ സത്യങ്ങളുണ്ട്. ഒരു വിഷയം സത്യമായിട്ടിട്ട് എന്ത് ചൊല്ലിട്ട് ആ വിഷയത്തെ ഗൗരവ അറിയിക്കുക വേണ്ടിയിട്ടായിരിക്കരുത്. അപ്പോൾ ശക്തിയുള്ള ഭദ്രമായ ഖുർആന്റെ സത്യമായിട്ട് ചെന്നുകൊണ്ടുള്ള ഇന്നക ലമിനൽ മുർസലീൻ, എന്തൊരു ഈ സത്യമായിട്ട് അല്ലാഹു തആല ചെന്നുകൊണ്ടുള്ള ആശയ, എന്തൊരു അത്ര ഗൗരവമുള്ള വിഷയ. ഇന്നക ലമിനൽ മുർസലീൻ, നിശ്ചയമായിട്ടും നബി തങ്ങളെ നിങ്ങ ലമിനൽ മുർസലീൻ, നിങ്ങ മുർസലീങ്ങൾ നബിയായിരിക്കട്, അള്ളാഹുടെ മുർസലീങ്ങളിൽ പെട്ട് നബിയായിരിക്കട്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നബിമാർക്കും സത്യമായിട്ട് ചെന്നിട്ടില്ല, മുർസലി ചെന്നിട്ടു. പരിശുദ്ധമായ ഖുർആനിൽ സത്യമായിട്ടിട്ട് മുർസലോട് ചെന്നരെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമായിട്ട്. ഏതാവട്ടെ, അത് റസൂലുള്ളാഹി തങ്ങളുള്ളൊരു ബഹുമാനം കൂടിയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം, പിന്നെ താഴത്തായിരിക്കട്ടെ, നിങ്ങൾ നേരായ സമവുള്ള ചൊവ്വായ കറക്റ്റുള്ള തെരുളാണുള്ളേ. നബിയെ, നിങ്ങൾ നേരായ കറക്റ്റുള്ള ഒരു തെരുടെ മേൽ കടത്തപ്പെട്ട നബിയായിരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ തെരു, നബി തങ്ങ ഉള്ളംഘ്യത്തെ ആശയങ്ങൾ, റസൂലുള്ളാഹി തങ്ങൾ പിടിപാടിയ സിദ്ധാന്തങ്ങൾ, റസൂലുള്ളാഹി തങ്ങൾ കാട്ടി തന്നെ തെരു, അതിൽ വക്രതയില്ല, വാരയില്ല, അത് നേരാണ്. അത് പോയിട്ട് എത്ര സ്വർഗത്ത് കാണും, അത് പോയിട്ട് നേര് കാണത്തര്, അതിൽ വാരയില്ല. ആ സന്മാർഗമായ റസൂലുള്ളാഹി തങ്ങൾ കാട്ടിയ ആ സന്മാർഗം അത് വളരെ കറക്റ്റായ തെരുവായിട്ടിക്കട്. എന്തിനാ കറക്റ്റായ തെരു? റസൂലുള്ളാഹി തങ്ങളുടെ തെരുവേത് തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുത്താച്ചുള്ള ആശയ. ഇസ്തിഖാമതു ഫിൽ ഉമൂർ, വിഷയങ്ങളിൽ ഗട്ടിയായി നിൽക്കട്.
വിഷയങ്ങളിൽ ഗട്ടിയായി നിൽക്കടെ. അൽ മൂസി ഇലൽ ഫൗസി ഫിൽ ആഖിറ, അതിൽ ഗട്ടിയായി നിന്നുണ്ടായെങ്കിൽ ആഖിറത്തെ വിജയത്തികത്ത് പാട്ട്, ആഖിറത്തെ വിജയത്തികത്ത് പാട്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലുള്ളാഹി തങ്ങൾ നടന്നെങ്കിലത്തെ വഴി അത് നേരായ തെരുവാണ്, അതിൽ വക്രതയില്ല. അതിൽ പോയേണ്ടെങ്കിൽ വിജയത്തിൽ, പ്രത്യേകിച്ച് ആഖിറ വിജയത്തിൽ അല്ലാഹു തആല എത്തുപാട്ടുണ്ടായിട്ടിരിക്കട്. ഏതുമാവട്ടെ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ചെന്നുകൊണ്ടില്ലേ, നിങ്ങളെ തെരു വളരെ നേരായിട്ടിരിക്കട്. നിങ്ങൾ മാറി കറക്റ്റായ ജീവിതത്തിലും കറക്റ്റായ തെരുളിലേ ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു തആല യാസീൻ സൂറത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം അത്രയും കറക്റ്റായിട്ടിരിക്കട് ചെന്നിട്ട്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുടെ പ്രവാചകമായിട്ടിരിക്കടെ. വലസ്തു ഉസീഹി, അള്ളാഹുക്കെതിരായിട്ട് ഞാൻ ഒരിക്കലും നടക്കില്ല. അള്ളാഹുക്കെതിരായിട്ട് ഒരിക്കലും ഞാൻ നടക്കില്ല. ഞാൻ എന്തായിരിക്കടെ? അള്ളാഹുടെ റസൂലാണ്. വലസ്തു ഉസീഹി, അള്ളാഹുക്കെതിരായിട്ട് ഞാൻ ഒരിക്കലും നടക്കില്ല. റബ്ബ് കാട്ടിയ ആ തെരുളേ നാണിക്കടെ, ദോഷമായിട്ട് ഞാൻ ജീവിക്കില്ല. ആയെങ്ക പുതിയ ആശയക്കാർ, നൂതനവാദിമാർ അങ്ങ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിട്ട് തമ്മെ തപ്പാക്കിയത്, നബി അങ്ങനെ ആക്കിയത്, നബി ഇങ്ങനെ ആക്കിയത്, ആ ചൊമ്മ തപ്പുങ്ങ നബി സല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ സംഭവിച്ചത് ചെന്നിട്ടു റസൂലുള്ളാഹി തങ്ങളെ ജീവിതത്തെ പ്രശ്നമാക്കിക്കൊണ്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ചെന്നുകൊണ്ടില്ലേ, ഇന്നക എന്തായിരിക്കട് ലമിനൽ മുർസലീന അലാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ നേരായ വഴിയിലായിട്ടിരിക്കട്. റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലിട്ട് ഞാൻ ഒരു ദോഷവും ആക്കാത്ത നബി ചെന്നിട്ടു. പരിശുദ്ധമായ ഖുർആൻ ചെന്നുകൊണ്ടുണ്ടോ, ഇന്നല്ലദീന യുദൂന അല്ലാഹ വറസൂലഹു, അല്ലാഹുടെയും റസൂലിനെയും ഉപദ്രവമാക്കുന്ന ആൾമാർ, അങ്ങനെ ബടക്ക് ചൊല്ലിയ ആൾമാർ, ലഅനഹുമുല്ലാഹു ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു അങ്ങനെ ശപിച്ചിര. അല്ലാഹുടെ ശാപമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു ചെറിയൊരു നമ്പലാക്കരുത്. റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ചെറിയൊരു പലക്ക ഒരു കീഴായിട്ട് കണ്ടത് അള്ളാഹുടെ ശാപത്തിന് വിധേയമാവേണ്ടി വരുണ്ടാണ് ഖുർആൻ ചെന്നുകൊണ്ടില്ലേ. അപ്പോൾ ഖുർആൻ റസൂലുള്ളാഹി തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടില്ലേ, അലാ സിറാത്തിൻ മുസ്തഖീം, നീക നല്ല ചന്തത്തെ നേരായ കറക്റ്റുള്ള തെരുളാണുള്ളേ. എന്നിട്ട് പരിശുദ്ധമായ ഖുർആനെ സംബന്ധിച്ചിട്ട് അല്ലാഹു തആല ചൊല്ലുടെ, തൻസീലൽ അസീസിർ റഹീം, ശക്തനായ അജയ്യനായ അള്ളാഹുടെ ഗ്രന്ഥായിട്ടിക്കട്, അള്ളാഹു ഇറക്കിയ ഗ്രന്ഥായിട്ടിക്കട്. റഹീം, കിർഫുള്ള ശക്തനായ അള്ളാഹുൽ നിന്നിട്ട് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അസീസായ അള്ളാഹു, അസീസ് ചെന്നെങ്കിൽ അള്ളാഹു എതിരായിട്ട് ആറ് പ്രവർത്തിക്കാറാ അങ്ങ് മുൻതഖീം, അങ്ങ് അള്ളാഹു തല ശിക്ഷിക്കലുണ്ടാണ് അസീസ്. റഹീം, അള്ളാഹുടെ അനുസരിച്ച് ആറ് ജീവിക്കടാറാ അങ്ങ് അള്ളാഹു താല അനുഗ്രഹങ്ങൾ ചൊല്ലിട്, കിർഫ കാട്ട് അനുഗ്രഹങ്ങൾ ചൊല്ലിട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല എതിരായി നടന്നങ്ങൾ അള്ളാഹു താല വിടില്ല. അള്ളാഹു അനുസരിച്ചെങ്കിൽ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്യും. അപ്പോൾ രണ്ടും അള്ളാഹുടെ സിഫത്തായിട്ടിക്കട്. അപ്പോൾ മുഅ്മിനായ മനുഷ്യൻ എല്ലാ ടൈമിലും രണ്ട് നിലയ്ക്ക് വേണം. അള്ളാഹുടെ സംബന്ധിച്ച് പേടിയും വേണം, അള്ളാഹുടെ സംബന്ധിച്ചിട്ട് ആശയും വേണം. അള്ളാഹു നൻ്റെ ശിക്ഷിക്കല, നക്ക് സ്വർഗ തറു, നൻ്റെ അള്ളാഹ് കൈബുടല. അതേപോലെ അള്ളാഹുക്ക് തപ്പാക്കേണ്ടായെങ്ക നൻ്റെ അള്ളാഹു ബുടല, നക്ക് വേണായ ശിക്ഷകൾ അള്ളാഹു താല തറു, നൻ്റെ റബ്ബ് ബുടല ചെന്നിട്ടു ആ ഒരു പേടി. ഇങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യക്ക് രണ്ടും വേണം, അള്ളാഹുടെ പേടിയും വേണം, റഹ്മത്തിൽ ആശയും വേണം. അപ്പോൾ ഇങ്ങനത്തെ കിരുപ്പയും അതുപോലെ ശക്തനുമായ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ആ ഖുർആൻ്റെ ആശയങ്ങൾ ഹക്ക് പോലെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറ യാസീൻ നിങ്ങളെ ഖൽബുൽ മരണം വരെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ ദുനിയാവും ആഖിറ വിജയത്തിൽ അല്ലാഹു തആല എത്തുപാടി തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ കാട്ടിയ ആ നേരായ തെരുവിലെ നടന്നിട്ട്
ഞങ്ങൾ അതേ നിലക്ക് മരിക്കലോടത്തോളം ജീവിച്ചിട്ട് അതിത്തുപാട്ടെങ്കിൽ സ്വർഗത്ത് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടങ്ങളെ അള്ളാഹു സ്വലാബത്ത് തരുമാറാകട്ടെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.